പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ പ്രിയരെ, അന്ധകാര ശക്തികളും പൈശാചിക ബന്ധനങ്ങളും ആത്മീയ ഭൗതിക തകർച്ചകളും വിട്ടകലാനും ശത്രുക്കൾ ചിതറിപ്പോകാനും ദൈവവചനങ്ങൾ ഹൃദിസ്ഥമാക്കാം. അവ ആവർത്തിച്ച് പരിശുദ്ധാത്മശക്തിയാൽ നിറയാം. 2 മക്കബായർ 8:18. നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനെ തന്നെയും അങ്കുലി ചലനം കൊണ്ട് തറ പറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. പ്രിയരെ, കർത്താവിൽ അഭയം തേടുന്നവരെ ഒരു സാത്താൻ ശക്തിക്കും തകർക്കാനാവില്ല. ഒരു ശക്തിയും അവർക്കെതിരെ പ്രബലപ്പെടുകയില്ല. 2 മക്കബായർ 8:23. വിശുദ്ധ ഗ്രന്ഥം ഉച്ചത്തിൽ വായിക്കാൻ എലയാസറിനെയും നിയമിച്ചു. സഹായം ദൈവത്തിൽ നിന്ന് എന്ന അടയാള വാക്കും നൽകി. ദൈവജനമായ നമുക്കും ദൈവവചനം ബോധ്യത്തോടെ ഉച്ചത്തിൽ വായിക്കാം. അന്ധകാര ശക്തികൾ അകലും, തിന്മയുടെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴും. ന്യായാധിപന്മാർ 15:14. കർത്താവിൻ്റെ ആത്മാവ് ശക്തിയോടെ അവൻ്റെ മേൽ വന്നു. അവനെ ബന്ധിച്ചിരുന്ന കയർ കരിഞ്ഞ ചണനൂൽ പോലെ ആയിത്തീർന്നു. കെട്ടുകൾ അറ്റുവീണു. സഹോദരങ്ങളെ, ആത്മാഭിഷേകത്തിനായി തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. പൈശാചിക ബന്ധനങ്ങൾ തകരും, പുതുജീവൻ പ്രാപിക്കും. ന്യായാധിപന്മാർ 16:28. ദൈവമായ കർത്താവേ, എന്നെ ഓർക്കണമേ. ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു, എന്നെ ശക്തനാക്കണമേ. ഞാൻ നിന്നോട് ഇപ്രാവശ്യം കൂടി യാചിക്കുന്നു. സംഖ്യ 10:35. കർത്താവേ, ഉണരുക. അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ. അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. ദൈവവചനത്തിൽ ആശ്രയിച്ച് കർത്താവിൽ അഭയം തേടിയാൽ ശത്രുനിരകൾ ചിതറിപ്പോവും. 1 രാജാക്കൾ 8:28. എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ ദാസൻ്റെ പ്രാർത്ഥനകളും യാചനകളും കേൾക്കണമേ. അങ്ങയുടെ ദാസൻ ഇന്ന് തിരുമുമ്പിൽ സമർപ്പിക്കുന്ന അർത്ഥനകളും നിലവിളിയും കേൾക്കണമേ. സങ്കീർത്തനം 9:20. കർത്താവേ, അവരെ ഭയാധീനരാക്കണമേ. തങ്ങൾ വെറും മർത്യരാണെന്ന് ജനതകൾ മനസ്സിലാക്കട്ടെ. അപ്പസ്തോലപ്രവർത്തനങ്ങൾ 4:11 മുതൽ. വീട്ടുപണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ആ കല്ലാണ് യേശു. മറ്റാരിലും രക്ഷയില്ല. ആകാശത്തിനു കീഴെ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്കു വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. അപ്പസ്തോലപ്രവർത്തനങ്ങൾ 4:24-30. നാഥ, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സമുദ്രത്തിൻ്റെയും അവയിലുള്ള സകലത്തിൻ്റെയും സൃഷ്ടാവേ, അവിടുത്തെ പരിശുദ്ധ ദാസനായ യേശുവിൻ്റെ നാമത്തിൽ രോഗശാന്തിയും അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിക്കുവാനായി അവിടുത്തെ കൈകൾ നീട്ടണമേ. ദൈവമക്കളെ, ഈ വചനങ്ങൾ പഠിച്ച് ആവർത്തിച്ച് ശക്തി ആർജിച്ച് അന്ധകാര ശക്തികളെ അകറ്റി ദൈവാത്മാവിനാൽ നിറഞ്ഞ് സുരക്ഷിതരാകാം. ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിൻ്റെ ഈ ലോകത്തിൽ ദൈവമക്കളായ നമുക്ക് ജീവിക്കാം. ഏക കർത്താവും ദൈവവുമായ യേശു ക്രിസ്തു നമ്മെ അനുഗ്രഹിച്ച് സംരക്ഷിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.